കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ശത്രുഘ്നൻ പറഞ്ഞു, ഞാൻ പോയിട്ട് ലവണാസുരനെ കൊല്ലാം, കാരണം ഞാനാണ് അങ്ങയ്ക്ക് വേണ്ടി ഒരു മഹത് കാര്യവും ചെയ്യാത്തത്. ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ കൊന്നു, അങ്ങയെ സഹായിച്ചു, വലിയൊരു കാര്യം ചെയ്തു. ഭരതനാണെങ്കിൽ 14 കൊല്ലം നന്ദിഗ്രാമത്തിൽ താമസിച്ച് അങ്ങില്ലാത്തപ്പോൾ രാജ്യം ഭരിച്ചു. അപ്പം എനിക്കങ്ങനെ ഒന്നും ഒരു വലിയ കാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. 15ഉം 16ഉം. തശ്രുത്വാ സ്വാംഗമാരോപ്യ ശത്രുഘ്നം ശത്രുസൂദന പ്രാഹാദ്യൈവാഭിഷേക്ഷ്യാമി മധുരാ രാജ്യകാരണാൽ ആനായ്യ ച സുസംഭാരാം ലക്ഷ്മണേനാഭിഷേചനേ അനിച്ഛന്തമപി സ്നേഹാദഭിഷേകമകാരയത്. തശ്രുത്വ, അത് കേട്ടിട്ട് ശത്രുസൂദന, ശത്രുക്കളെ നശിപ്പിക്കുന്ന രാമൻ, ശത്രുഘ്നനെ സ്വാംഗം ആരോപ്യ, തൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് പ്രാഹ പറഞ്ഞു. വളരെ സാരാണ്. അപ്പോൾ ശത്രുഘ്നോട് പറഞ്ഞു, അത് കേട്ടിട്ട് രാമൻ പറഞ്ഞു, മധുരാരാജ്യ കാരണാൽ, മധുരാരാജ്യത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് അദ്യവ, ഇപ്പോൾ തന്നെ അഭിഷേക്ഷ്യാമി, നിന്നെ ഞാൻ ആദ്യം തന്നെ കൊല്ലണേൻ്റെ മുമ്പ് തന്നെ മധുരാജ്യത്തിൻ്റെ രാജാവാക്കിയിട്ട് അഭിഷേകം ചെയ്യാം. അഭിഷേചനെ, അഭിഷേകം ചെയ്യുന്നതിൽ സുസംഭാരാൻ, അതിനുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളെയും ലക്ഷ്മണേന ആനായ്യ, അതായത് മധുരാരാജ്യത്തെ രാജാവായിട്ട് ശത്രുഘ്നെ അഭിഷേകം ചെയ്യാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും ലക്ഷ്മണനോട് പറഞ്ഞു. ലക്ഷ്മണനെ കൊണ്ടുവരിച്ചിട്ട് ലക്ഷ്മണേന ആനായ്യ അനിശ്ചന്തം അഭി, ആഗ്രഹിക്കാത്തവനാണെങ്കിലും മധുരയിലത്തെ രാജാവാവണമെന്നൊന്നും മോഹമൊന്നുമില്ല ആർക്ക്, ശത്രുഘ്നന്. അവന് ആഗ്രഹമില്ലെങ്കിൽ പോലും സ്നേഹം കൊണ്ട് അഭിഷേകം അകാരയത്ത്, ശത്രുഘ്നന് അങ്ങനെ ഒന്നും തിരിച്ചു വേണമെന്നൊന്നുമില്ല. ശ്രീരാമന് വേണ്ടി എന്തെങ്കിലും ഒരു സേവ ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ശ്രീരാമൻ്റെ സ്നേഹം കൊണ്ട് അഭിഷേകം, അതാണ് പറഞ്ഞത്. ശത്രുഘ്നൻ പറഞ്ഞു കേട്ടപ്പോൾ ഈ എങ്ങനെയെങ്കിലും ലവണാസുരനെ കൊല്ലണം എന്നുള്ള വിചാരത്തോടു കൂടിയിട്ട് രാമൻ ശത്രുഘ്നെ വേഗം മടിയിൽ എത്തിയിട്ട് പറഞ്ഞു, മധുര രാജ്യത്തെ രക്ഷിക്കാനായിട്ട് നീ ഇപ്പം തന്നെ പോണം, അതിന് ഞാൻ നിന്നെ മധുര രാജാവായിട്ട് അഭിഷേകം ചെയ്യണ്ട എന്ന് പറഞ്ഞു. ശത്രുഘ്നൻ അത് ആഗ്രഹമൊന്നുമില്ലെങ്കിലും അഭിഷേകം നടത്താൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ലക്ഷ്മണനെ കൊണ്ടുവരിച്ച് സ്നേഹം കൊണ്ട് രാമൻ ശത്രുഘ്നന് ആഗ്രഹമില്ലെങ്കിൽ പോലും ശത്രുഘ്നെ മധുര രാജാവായിട്ട് അഭിഷേകം ചെയ്തു, വസിഷ്ഠനോടൊക്കെ പറഞ്ഞിട്ട്. തശ്രുത്വാ സ്വാംഗമാരോപ്യ ശത്രുഘ്നം ശത്രുസൂദന പ്രാഹാദ്യൈവ അഭിഷേക്ഷ്യാമി മധുരാ രാജ്യകാരണാൽ ആനായ്യ ച സുസംഭാരാൻ ലക്ഷ്മണേനാഭിഷേചനേ അനിശ്ചന്തമഭി സ്നേഹാദ് അഭിഷേകം അകാരയത്, അഭിഷേകം ചെയ്തു. 17. ദത്വാ തസ്മൈ ശരം ദിവ്യം രാമശത്രുഘ്നമബ്രവീദ് അനേന ജഹി ബാണേന ലവണം ലോകകണ്ടകം. തസ്മൈ, അവന് ദിവ്യം ശരം ദത്വ, എന്നിട്ട് നല്ല ദിവ്യമായിട്ടുള്ളൊരു അമ്പ് കൊടുത്തു. കാരണം ലവണാസുരനെ കൊല്ലാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടേ അത് കൊടുത്തിട്ട് ലോകകണ്ടകൻ ലവണം, ലോകത്തിൻ്റെ ശത്രുവായിട്ടുള്ള ലവണാസുരനെ അനേന ബാണേന, ഈ ബാണം കൊണ്ട് ജഹി, ഇതുകൊണ്ട് അവനെ അമ്പ ചെയ്താൽ മതി, അവൻ മരിക്കും, അതുകൊണ്ട് കൊന്നാലും നിഗ്രഹിച്ചാലും എന്ന് രാമ ശത്രുഘ്നം അബ്രവീത്, രാമൻ ശത്രുഘ്നോട് പറഞ്ഞു. അതായത് ശത്രുഘ്നൻ പോവാൻ അഭിഷേകം ചെയ്തതിന് ശേഷം ശത്രുഘ്നന് ദിവ്യമായിട്ടുള്ളൊരു ശരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ അമ്പ് കൊണ്ട് ലോകങ്ങളുടെ മുഴുവൻ ശത്രുവായിട്ടുള്ള ഈ ലവണാസുരനെ സംഹരിച്ചോളൂ, ഈ അമ്പ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ബാണം ഉപയോഗിച്ചിട്ട് എന്ന് ശത്രുഘ്നെ അനുഗ്രഹിച്ചു.
ദത്വാ തസ്മൈ ശരം ദിവ്യം രാമശത്രുഘ്നമബ്രവീത് അനേന ജഹി ബാണേന ലവണം ലോകകണ്ടകം. പിന്നെ 18. സതു സംപൂജ്യ തച്ഛൂലം ഗേഹേ ഗച്ഛതി കാനനം ഭക്ഷണായ തു ജന്തൂനാം നാനാപ്രാണിവധായ ച. സതു അവനാകട്ടെ ഗേഹേ ഗൃഹത്തിൽ തച്ഛൂലം സംപൂജ്യ ആ ശൂലത്തെ പൂജിച്ചിട്ട് ജന്തൂനാം ഭക്ഷണായ ജന്തുക്കളെ ഭക്ഷിപ്പാനും നാനാപ്രാണിവധായ ച നാനാപ്രാണികളെ വധിപ്പാനുമായിട്ട് കാനനം ഗച്ഛതി കാനനത്തെ ഗമിക്കും. അതായത് എങ്ങനെയാണ് വധിക്കാനുള്ള സൂത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പിന്നെ എന്താണ് ശത്രുഘ്നോട് പറയുകയാണ് ശ്രീരാമൻ, അവൻ അതായത് ഈ ലവണാസുരൻ ആ ശൂലായുധത്തെ ഗൃഹത്തിൽ വെച്ച് പൂജിച്ച ശേഷം ഭഗവാൻ പറയാണ് പിന്നെ അവൻ ആ ശൂലായുധത്തെ ഗൃഹത്തിൽ വെച്ച് പൂജിച്ച ശേഷം എല്ലാ പ്രാണികളെ വധിക്കാനും ജന്തുക്കളെ കൊന്ന് തിന്നാനും ഒക്കെ ആയിട്ട് കാട്ടിലേക്ക് പോവും. അപ്പോൾ പുറത്തേക്ക് കാട്ടിലേക്ക് പുറപ്പെടും ആര്? ലവണാസുരൻ. ജന്തുക്കളെ കൊല്ലാനും പ്രാണികളെയൊക്കെ കൊല്ലാനും. സതു സംപൂജ്യ തച്ഛൂലം ഗേഹേ ഗച്ഛതി കാനനം ഭക്ഷണായതു ജന്തൂനാം നാനാ പ്രാണിവധായ ച. സതു നായാതി സദനം യാവദ് വനചരോ ഭവേദ് താവദേവ പുരദ്വാരി തിഷ്ഠത്വം ധൃതകാർമുകഃ യോത്സ്യത്തെ സത്വയാ ക്രുദ്ധസ്തദാ വധ്യോ ഭവിഷ്യതി. സത്വു അവനാകട്ടെ യാവത് വനചര ഭവേദ് ഏതുവരെ വനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നുവോ അതുവരെ സദനം ആയാതി ഗൃഹത്തിലേക്ക് വരില്ലേലോ താവത് ഏവ അപ്പോൾ തന്നെ ധൃതകാർമുകത്വം വില്ലു ധരിച്ചിരിക്കുന്ന നീ പുരദ്വാരി തിഷ്ഠ ആ ഒരു ഗൃഹത്തിൻ്റെ ദ്വാരത്തിൽ നിൽക്കണം, ആ വാതിലിൻ്റെ അവിടെ. ക്രുദ്ധഹസ ക്രോധിച്ച അവൻ ത്വയാ യോത്സ്യത നിന്നോട് യുദ്ധം ചെയ്യും. തഥാ വധ്യ ഭവിഷ്യതി അപ്പോൾ വധ്യനായി ഭവിക്കും. അതായത് ഈ ലവണാസുരൻ കാട്ടിൽ സഞ്ചരിച്ചും കൊണ്ട് ഈ കാട്ടിൽ തന്നെ നടക്കുന്ന സമയത്ത് നീയ് ഈ ഞാൻ തന്ന വില്ലും ശരവും ധരിച്ച് അവൻ്റെ ഗൃഹദ്വാരത്തിൽ നിൽക്കണം. അപ്പം നിന്നെ കണ്ട് കോപിച്ച അവൻ നിന്നോട് യുദ്ധത്തിന് വരും. അപ്പം നിനക്ക് അവനെ വധിക്കാൻ സാധിക്കും. അതായത് ശൂലായുധം അവൻ്റെ വശമില്ലാതിരിക്കുമ്പോൾ യുദ്ധം ചെയ്യണമെന്ന്. അതായത് ആർക്കും അങ്ങനെ ഉണ്ടല്ലോ, ആരാണ് അവൻ്റെ ശൂലം കൊണ്ട് തുടർന്നച്ച അവർ ഭസ്മാവുന്ന് അവനെ. അതായത് നമ്മൾ പറഞ്ഞില്ലേ അത് മുമ്പേ, ലവണാസുരന് ഒരു ശൂലമുണ്ട്. ആ ശൂലം കൊണ്ട് ആരെങ്കിലും കുത്തിയാൽ അയാൾ ഭസ്മാവുന്നാണല്ലോ. അങ്ങനെ ഒരു ദിവ്യ ശൂലം ഉണ്ടല്ലോ. അപ്പോൾ ആ ശൂലം കയ്യിലില്ലാത്തപ്പോൾ വേണം. അപ്പോൾ സാധാരണ എന്താ ചെയ്യുക ലവണാസുരൻ വെച്ചാൽ ആ ദിവ്യ ശൂലത്തിനെ വീട്ടിൽ വെച്ച് പൂജിച്ച് കഴിഞ്ഞിട്ട് ശൂലത്തെ വീട്ടിൽ വെച്ചിട്ട് ആ ശൂലം എടുക്കാതെ, ആ ദിവ്യ ശൂലം എടുക്കാതെ എന്തു ചെയ്യും? അപ്പം ദിവ്യശൂലം പൂജിച്ചിട്ട് അതെടുക്കാണ്ട് ജന്തുക്കളെ കൊല്ലാനും, അതായത് നായാട്ടിന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും വെറുതെ രസത്തിന് കൊല്ലിയൊക്കെ ചെയ്യുന്നുണ്ടാവും. അസുരനാണല്ലോ. അങ്ങനെ കാട്ടിലേക്ക് പോവും. അങ്ങനെ കാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കയ്യിൽ ശൂലം ഉണ്ടാവില്ലല്ലോ. ശൂലം പൂജയ്ക്ക് അകത്ത് വെച്ചിരിക്കല്ലേ. അങ്ങനെ കാട്ടിൽ പോയിട്ട് ശൂലമില്ലാതെ തിരിച്ചു വരുന്ന സമയത്ത് നീയെ ശത്രുഘ്നോട് പറയുകയാണ്, ശത്രുഘ്നൻ ആ ലവണാസുരൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കണം. രാജധാനിയുടെ എന്താ വെച്ചാൽ ആ വീടിൻ്റെ മുമ്പിൽ നിൽക്കണം. അപ്പോൾ ദേഷ്യം വരുമ്പോൾ ശൂലം കയ്യിലില്ല, ആ ദിവ്യശൂലം ഇല്ല. അതുകൊണ്ട് കുത്തിയാലല്ലേ തൊട്ടാ ഭസ്മാവുള്ളൂ. അത് ശത്രുഘ്നാണെങ്കിൽ ഭസ്മാവുണ്ടാവും. അപ്പം അങ്ങനെ ഇല്ലാത്ത സമയത്ത്, അതായത് അവൻ കാട്ടിൽ സഞ്ചരിച്ച് വീട്ടിൽ പിന്നെ എത്തണേൻ്റെ മുമ്പേ ശത്രുഘ്നൻ വില്ലും അമ്പും ധരിച്ച് ആ അവൻ്റെ ഗൃഹദ്വാരത്തിൽ നിൽക്കണം. അപ്പോൾ വരുന്ന സമയത്ത് ശത്രുഘ്നെ കണ്ട് കോപിച്ച് ലവണാസുരൻ ശത്രുഘ്നോട് യുദ്ധത്തിൽ ഏർപ്പെടും. അപ്പോൾ ശത്രുഘ്നന് ശൂലം കയ്യിലില്ലാത്തതുകൊണ്ട് അവനെ വധിക്കാൻ സാധിക്കും. അങ്ങനെ ശൂലം ഇല്ലാത്ത സമയത്ത് നോക്കിയിട്ട് വേണം എന്ന് പറയണം കേട്ടോ. ആരാ? ശ്രീരാമനെ. സതുനായാതിസദനം യാവദ്വനചരോ ഭവേത് താവദേവ പുരദ്വാരി
തിഷ്ഠത്വം ധൃതകാർമുകഃ യോത്സ്യത്തെ സത്വയാ ക്രുദ്ധസ്തദാ വധ്യോ ഭവിഷ്യതി തം ഹത്വാ ലവണം ക്രൂരം തദ്വനം മധുസംജ്ഞിതം നിവേശ്യ നഗരം തത്ര തിഷ്ഠത്വം മേനുശാസനാൽ. ക്രൂരം ലവണം ഹത്വ, അത് വിസ്തരിച്ചൊന്നും പറയുന്നില്ല ലവണാസുരനെ കൊല്ലണതാട്ടോ. ക്രൂരനായിട്ട് ലവണാസുരനെ കൊന്നതിന് ശേഷം മധുസംജ്ഞിതം, മധു എന്ന പേരോടുകൂടിയ തദ്വനം, മധുവനം പ്രവേശിച്ച്, തദ്വനം പ്രവിശ്യ, മധുവനത്തെ പ്രവേശിച്ചിട്ട് തത്ര നഗരം നിവേശ്യ, ആ നഗരത്തെ ഉണ്ടാക്കിയിട്ട് ത്വം തിഷ്ഠ, നീ വസിച്ചാലും. എന്നിട്ട് പറഞ്ഞു അങ്ങനെ ലവണം വിസ്തരിച്ച് പറയണ്ടോ നോക്കാം നമുക്ക്. അങ്ങനെ ക്രൂരനായിട്ടുള്ള ലവണനെ കൊന്നതിന് ശേഷം ആ മധുവനത്തിലേക്ക് നീ പോകണം. അവിടെ ഒരു നഗരം നിർമ്മിച്ച്, മധുവനത്തിൽ ഈ മധു എന്നുള്ള രാക്ഷസൻ്റെ, ലവണാസുരൻ്റെ അച്ഛനെയാണ് മധുവെ. അങ്ങനെ അവിടെ ആ മധുവനത്തിലൊരു നഗരം നിർമ്മിച്ച് എൻ്റെ കൽപ്പന പ്രകാരം നീ അവിടെ താമസിച്ചാൽ മതി, മധുവനത്തിൽ രാജാവായിട്ടിരിക്കണം എന്ന്. തം ഹത്വാ ലവണം ക്രൂരം തദ്വനം മധുസംജ്ഞിതം നിവേശ്യ നഗരം തത്ര തിഷ്ഠത്വം മേനുശാസനാൽ. 21. അശ്വാനാം 5,000 രഥാനാഞ്ച തദർദ്ധകം ഗജാനാം ഷൽശതാനീഹ പത്തീനാമയുതത്രയം ആഗമിഷ്യതി പശ്ചാത് ത്വം അഗ്രേ സാധയ രാക്ഷസം. അശ്വാനാം 5,000, അതായത് 5000 കുതിരകളും, രഥാനാം തദർത്ഥകം, അതിൽ പകുതി രഥങ്ങളും, അതായത് 2500 രഥങ്ങളും, ഗജാനാം ഷഡ്ശതാനി 600 ഗജങ്ങളും, പത്തീനാം അയുധത്രയം 30,000 കാലാളുകളും, പശ്ചാൽ ആഗമിഷ്യതി, നിന്റെ പിന്നാലെ പോവും. ചതുരംഗസേനനെ കൊടുക്കുന്നുണ്ട്, ഞാൻ തരാമെന്ന് പറയണം. അഗ്രേ രാക്ഷസം സാധയ, ആദ്യം പോയി ലവണാസുരനെ വധിക്കാൻ പറഞ്ഞു. അഗ്രേ, ആദ്യം രാക്ഷസം സാധയ, രാക്ഷസനെ വധിച്ചാലും. അതായത് നീ പോയിട്ട് രാക്ഷസനെ ആദ്യം വധിക്കൂ. ആരെ? ലവണാസുരനെ ആദ്യം വധിക്കൂ. അപ്പോഴേക്കും ഞാനിവിടുന്ന് 5000 കുതിരകളും 2500 തേരുകളും 600 ആനകളും 30,000 കാലാളുകളും ഇവിടുന്ന് എത്തും. അത് കഴിയുമ്പോഴേക്കും നീ ലവണാസുരനെ കൊല്ലുമ്പോഴേക്കും. അശ്വാനാം 5,000 രഥാനാം ച തദർത്ഥകം ഗജാനാം ഷൽശതാനീഹ പത്തീനാമയുധത്രയം 30,000 ആഗമിഷ്യതി പശ്ചാത് ത്വം അഗ്രേ സാധയ രാക്ഷസം. 22. ഇത്യുക്ത്വാ മൂർധ്ന്യവഘ്രായ പ്രേഷയാമാസ രാഘവ ശത്രുഘ്നം മുനിഭിः സാർദ്ധം ആശീഭിരഭിനന്ദ്യ ച. ഇതി ഉക്ത്വ, ഇങ്ങനെ പറഞ്ഞിട്ട് മൂർധ്നി അവഘ്രായ, അതായത് ശിരസിൽ ചുംബിച്ചിട്ട്, മുനിഭി സാർത്ഥം, മുനിമാരോടുകൂടി, ആശീഭി അഭിനന്ദ്യ, ആശിസ്സുകൾ കൊണ്ട്, അതായത് വസിഷ്ഠനൊക്കെ ഉണ്ടല്ലോ അവരെ കൊണ്ടൊക്കെ ആശീർവദിപ്പിച്ചിട്ട്, രാഘവ രാമൻ ശത്രുഘ്നൻ പ്രേഷയാമാസ, ശത്രുഘ്നെ പറഞ്ഞയച്ചു. ഇങ്ങനെ പറഞ്ഞ് ശത്രുഘ്നൻ്റെ തലയിൽ ചുംബിച്ച് മുനിമാരോടുകൂടി ചേർന്ന് ആശീർവദിച്ച് അഭിനന്ദിച്ച് ശ്രീരാമൻ ശത്രുഘ്നെ പറഞ്ഞയച്ചു. എവിടേക്ക്? മധുവനത്തിലേക്ക്, ലവണാസുരനെ കൊല്ലാൻ. ഇത്യുക്ത്വാ മൂർധ്നവഘ്രായ പ്രേഷയാമാസ രാഘവ ശത്രുഘ്നം മുനിഭിः സാർദ്ധം ആശീഭിരഭിനന്ദ്യ ച. 23. ശത്രുഘ്നോപി തഥാ ചക്രേ യഥാ രാമേണ ചോദിത ഹത്വാ മധുസുതം യുദ്ധേ മധുരാം അകരോൽപുരീം സ്ഫീതാം ജനപദം ചക്രേ മധുരാം ദാനമാനതഃ. ശത്രുഘ്നാകട്ടെ രാമനാൽ യഥാ ചോദിത, എപ്രകാരം പ്രേരിപ്പിക്കപ്പെട്ടുവോ, തഥാ ചക്രേ, അപ്രകാരം ചെയ്തു എന്ന് പറഞ്ഞാൽ ലവണാസുരനെ കൊന്നു എന്നർത്ഥം. യുദ്ധേ മധുസുതം ഹത്വ, മധുവിൻ്റെ മകനായിട്ടുള്ള ലവണാസുരനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചിട്ട് മധുരാം പുരിയും അകരോൽ, മധുരാപുരിയെ ഉണ്ടാക്കി. എന്നിട്ടോ അങ്ങനെയാണല്ലോ പറഞ്ഞു, അവിടെ ഉണ്ടാക്കണം രാജധാനി. മധുരയെ ദാനമാനത, ദാനം കൊണ്ടും മാനം കൊണ്ടും, സ്ഫീതാം, വളരെ അഭിവൃദ്ധി പ്രാപിച്ച ജനപദം ചക്രേ, രാജ്യമാക്കി തീർത്തു. അങ്ങനെ രാമൻ്റെ ആജ്ഞ അനുസരിച്ച് ശത്രുഘ്നൻ മധുവിൻ്റെ മകനായിട്ടുള്ള ലവണാസുരനെ നിഗ്രഹിച്ചു. മധുവനത്തിലെ മധുരാപുരിയെ നിർമ്മിച്ചു. അവിടെ ജനങ്ങളും ധാരാളം താമസിച്ചു. അവർക്ക് ആവശ്യമുള്ള ധനം ഒക്കെ നൽകി, അവർക്ക് വേണ്ടതൊക്കെ ആദരിച്ചു അവരെ. അങ്ങനെ നല്ല അഭിവൃദ്ധിയുള്ളൊരു രാജ്യം ആക്കി തീർത്തു എന്ന്. അതായത് ശ്രീരാമൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു, കൊന്നു,
എന്നിട്ട് നല്ലതായിട്ട് ഭരിച്ചു, നല്ലൊരു രാജ്യമാക്കി. ശത്രുഘ്നോപി തഥാ ചക്രേ യഥാ രാമേണ ചോദിത ഹത്വാ മധുസുതം യുദ്ധേ മധുരാം അകരോൽപുരീം സ്ഫീതാം ജനപദം ചക്രേ മധുരാം ദാനമാനതഃ. ഇനി 24. സീതാപി സുഷുവേ പുത്രൗ ദ്വൗ വാൽമീകേ രഥാശ്രമേ മുനിസ്തയോർനാമ ചക്രേ കുശോ ജ്യേഷ്ഠോനുജോ ലവ. ഇനി സീതയുടെ കാര്യം പറയണം. അവിടെ കൊണ്ട് വിട്ടില്ലേ വാൽമീകിയുടെ ആശ്രമത്തിനടുത്ത്. സീതയും അഥ വാൽമീകേഹെ ആശ്രമേ, വാൽമീകിയുടെ ആശ്രമത്തിൽ ദ്വൗ പുത്രവും, ഗർഭിണിയായിരുന്നുവല്ലോ, 2 പുത്രന്മാരെ സുഷുവെ പ്രസവിച്ചു. വാൽമീകി മുനി തയോഹോ, ആ 2 പേർക്ക് നാമചക്രെ നാമകരണം ചെയ്തു. ജ്യേഷ്ഠ കുശ, ഏട്ടൻ കുശൻ, 2ാമത് ജനിച്ച ആള് ലവൻ, അനുജ ലവ. അതായത് വനത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിനടുത്ത് കൊണ്ടാക്കിയ സീത വാൽമീകിയുടെ ആശ്രമത്തിലെത്തി. അപ്പോൾ വനത്തിൽ വസിക്കുന്ന ആ സീത വാൽമീകിയുടെ ആശ്രമത്തിൽ 2 പുത്രന്മാരെ പ്രസവിച്ചു. ആ 2 പേരിൽ ആദ്യം ജനിച്ച ആൾക്ക് കുശനെന്നും 2ാമത് ജനിച്ച ആൾക്ക് ലവനെന്നും വാൽമീകി പേരിട്ടു. സീതാപി സുഷുവേ പുത്രൗ ദ്വൗ വാൽമീകേ രഥാശ്രമേ മുനിസ്തയോർനാമ ചക്രേ കുശോ ജ്യേഷ്ഠോനുജോ ലവഃ. 25. ക്രമേണ വിദ്യാസമ്പന്നൗ സീതാപുത്രൗ ബഭൂവതു ഉപനീതൗ ച മുനിനാ വേദാധ്യായന തൽപരൗ. സീതയുടെ പുത്രന്മാർ ക്രമേണ വിദ്യാസമ്പന്നൗ, അതായത് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നല്ല വിദ്യ സമ്പാദിച്ചു. ബഭൂവതു, ഭവിച്ചു. വാൽമീകിനെ പഠിപ്പിക്കാമല്ലോ. മുനിയാൽ ഉപനീതവും, ഉപനയനം കഴിഞ്ഞു. വേദാധ്യയന താൽപരവും, വേദാധ്യയനത്തിൽ താല്പര്യമുള്ളവരായിത്തീർന്നു അവർ. അതായത് സീതയുടെ ആ 2 പുത്രന്മാർ നല്ല വിദ്യാസമ്പന്നരായിത്തീർന്നു. ശ്രീ വാൽമീകി മുനി അവരെ ഉപനയനം ചെയ്തു. വേദം പഠിക്കുന്നതിൽ അവർക്ക് വളരെ താല്പര്യമുള്ളവരായിരുന്നു. ക്രമേണ വിദ്യാസമ്പന്നൗ സീതാപുത്രൗ ബഭൂവതു ഉപനീതൗ ച മുനിനാ വേദാധ്യയന തൽപരൗ. കൃഷ്ണം രാമായണം പ്രാഹ കാവ്യം ബാലകയോർമുനി ശങ്കരേണ പുരാ പ്രോക്തം പാർവത്യൈ പുരഹാരിണ വേദോപബൃംഹണാർത്ഥായ താവഗ്രാഹയത പ്രഭു. പുരഹാരിണ ശങ്കരേണ, ഈ പുരം സംഹരിച്ച, നശിപ്പിച്ച ശങ്കരനാൽ പാർവതിക്കായിക്കൊണ്ട് പുരാപ്രോക്തം കൃഷ്ണം രാമായണം കാവ്യം, പണ്ട് പറയപ്പെട്ട, അതായത് ശ്രീ മഹാദേവൻ ശ്രീപാർവതിക്ക് പണ്ട് പറഞ്ഞുകൊടുത്ത രാമായണ കാവ്യം മുനിഹി ബാലകയോഹോ പ്രാഹ, അതായത് പണ്ട് ശ്രീ മഹാദേവൻ ശ്രീപാർവതിയോട് പറഞ്ഞ രാമായണ കഥ തന്നെ വാൽമീകി മുനി ഈ കുശനോടും ലവനോടും പറഞ്ഞു. വേദോപബൃംഹണാർത്ഥായ, വേദങ്ങളുടെ അർത്ഥം ഒന്നുകൂടി മനസ്സിലാക്കാനായിക്കൊണ്ട് പ്രഭു സമർത്ഥനായ മുനി തൗ അഗ്രാഹയത, അവരെ ഗ്രഹിപ്പിച്ചു. അതായത് ഇവിടെ പുരസംഹാരം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ത്രിപുരദഹനം അത് ചെയ്തുല്ലോ ഈ ശിവനാണല്ലോ ത്രിപുരദഹനം ചെയ്തത്. ഈ ത്രിപുര സംഹാരം ചെയ്ത ശ്രീ മഹാദേവൻ പണ്ട് പാർവതീദേവിക്ക് ഉപദേശിച്ച രാമായണത്തെ മുഴുവനും വാൽമീകി മുനി ഈ കുശനും ലവനും കാവ്യരൂപത്തിൽ തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ വേദങ്ങളുടെ അർത്ഥം ഈ കുശനും ലവനും നന്നായി മനസ്സിലാക്കാൻ വാൽമീകി രാമായണം അത് പഠിപ്പിച്ചു. അതായത് രാമായണത്തിലൊക്കെ വേദങ്ങളുടെ സാരം ഉണ്ട്, ഭാഗവതത്തിലൊക്കെ ഉണ്ട്, എല്ലാ പുരാണങ്ങളിലും വേദസാരം തന്നെയാണ്. അപ്പോൾ അത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി വാൽമീകി രാമായണം ആ കുശനെയും ലവനെയും മുഴുവൻ പഠിപ്പിച്ചു. അതായത് ഈ ശ്രീ മഹാദേവൻ ശ്രീപാർവതിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ലോണം വേദാർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്തുണേ. അപ്പോൾ വേദാർത്ഥം നന്നായി അറിയാൻ രാമായണം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയേ വേണ്ടൂ എന്നാണ് അർത്ഥം. അതായത് വേദസാരം അടങ്ങിയതാണ് രാമായണം. അപ്പോൾ വേദം നമുക്ക് മനസ്സിലാവണമെങ്കിൽ വേദത്തിൻ്റെ സത്ത ആ രാമായണത്തിലുണ്ട്. അതുകൊണ്ട് വേദത്തിൻ്റെ അർത്ഥം നന്നായി അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ രാമായണത്തിൻ്റെ അർത്ഥം ശരിയായി ധരിച്ചാൽ മതി എന്ന്. അതായത് ശിവൻ ഈ വേദാർത്ഥത്തെയാണ് രാമായണത്തിൽ കൂടി
വിസ്തരിച്ച് ശ്രീപാർവതിക്ക് പറഞ്ഞു കൊടുത്തത് എന്നാണ് പറയണത് കേട്ടോ. അതാണ് ഇതിൻ്റെ അർത്ഥം. കൃഷ്ണം രാമായണം പ്രാഹ കാവ്യം ബാലകയോർ മുനി ശങ്കരേണ പുരാപ്രോക്തം പാർവതി പുരഹാരിണ വേദോപബൃംഹണാർത്ഥായ അവഗ്രാഹയത പ്രഭു. ഇനി 27. കുമാരൗ സ്വരസമ്പന്നൗ സുന്ദരാവശ്വിനാവിവ തന്ത്രീതാളസമായുക്തൗ ഗായന്തൗ ചേരതുർവനി. അശ്വിനോ ഇവ, അശ്വിനി ദേവന്മാരെ പോലെയാണെന്ന കുശനും ലവനി. സുന്ദരവും, സുന്ദരന്മാരും സ്വരസമ്പന്നവും, നല്ല പാട്ട് സ്വരം, നല്ല ഗാനം ചെയ്യാൻ, അല്ലാതെ പാട്ട് പാടാൻ നല്ല കഴിവുള്ളവരും. കുമാരവും, ഈ കുമാരന്മാർ കുശനും ലവനും. തന്ത്രീതാള സമായുക്തവും, താളത്തോടെ വീണമീട്ടുന്നവരും. വീണമീട്ടാനും അറിയാം, വായ്പാട്ടും വളരെ ഭംഗി, നല്ല അസല് പാട്ട് പാടാൻ പറ്റും, വീണമീട്ടാനും അറിയാം. ഗായന്തവും, ഗാനം ചെയ്യുന്നവരായിട്ട് വനേ ചേരതു, അങ്ങനെ രാമായണം ചെല്ലും കൊണ്ട് വനത്തിൽ നടക്കും. ഈ ആരെ പോലെയാ? അശ്വിനി ദേവകുമാരന്മാരെ പോലെ സൗന്ദര്യവും സ്വരമാധുര്യവും. അതാണല്ലോ പറഞ്ഞത്, സ്വരസമ്പന്നവും എന്ന് പറഞ്ഞില്ലേ. സ്വരമാധുര്യമുള്ള ആ ലവനും കുശനും ലവനും വീണയും മീട്ടിയിട്ട് താളത്തോട് യോജിപ്പിച്ച് രാമായണം പാടിക്കൊണ്ട് ആ വനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു. വാൽമീകി പഠിപ്പിച്ച രാമായണം പാടിക്കൊണ്ട് ലവകുശന്മാർ അതിമനോഹരമായി പാടിക്കൊണ്ട് വീണ മീട്ടി കാട്ടിൽ സഞ്ചരിച്ചു. കുമാരവും സ്വരസമ്പന്നവും സുന്ദരാവശ്വിനാവിവ, അശ്വിനി ദേവകളെ പോലെ. തന്ത്രീതാള സമായുക്തൗ ഗായന്തൗ ചേരതുർവനെ. 28. തത്ര തത്ര മുനീനാം തൗ സമാജേ സുരരൂപിണൗ ഗായന്താവഭിതോ ദൃഷ്ട്വാ വിസ്മിതാ മുനയോ ബ്രുവൽ. മുനിമാരുടെ തത്ര തത്ര സമാജം, മുനിമാരൊന്നിച്ചിങ്ങനെ കുറച്ച് കൂടി താമസിക്കുന്ന സ്ഥലത്തൊക്കെ, മുനിമാർ കൂടുന്ന ദിക്കിലൊക്കെ ഗായന്തവും സുരരൂപിണോ തൗ, ഗാനം ചെയ്യുന്ന ദേവസുന്ദരന്മാരായിട്ടുള്ള അവരെ അഭിത ദൃഷ്ട്വ, 4 ഭാഗത്തും ദർശിച്ചിട്ട് വിസ്മിത മുനയ, അത്ഭുതപ്പെട്ട മുനിമാർ അബ്രുവൻ പറഞ്ഞു. ഈ മുനിമാരുടെ ഓരോ സംഘത്തിൻ്റെ അടുത്ത് പോയിട്ടും കുശനും ലവനും രാമായണം പാടിക്കൊണ്ട് നടക്കും. അപ്പോൾ ദേവന്മാരെ പോലെ, അശ്വിനി ദേവന്മാരെ പോലെ സുന്ദരന്മാരായ കുമാരന്മാരെ ഓരോ മുനിമാരുടെ സംഘത്തിലും പോയി പാടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണും. മുനിമാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ദേവകുമാരന്മാരെ പോലുള്ള 2 സുന്ദരനായിട്ടുള്ള വളരെ മനോഹരമായിട്ട് ഈ പാടുന്നത് അവരിടയ്ക്കിടയ്ക്ക് വളരെ ആശ്ചര്യത്തോടെ, അതും വാൽമീകി രാമായണം പാടുന്നത്, അത് ഈ മുനിമാരൊക്കെ അവിടെ ഇവിടെയൊക്കെ അവർക്ക് കാണാൻ ഇടയായപ്പോൾ അവർ വളരെ അത്ഭുതത്തോടെ മുനിമാർ ഇപ്രകാരം പറഞ്ഞു എന്നാണ് കേട്ടോ. അപ്പോൾ അതും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഗന്ധർവേഷു കിന്നരേഷു ഭുവി വാ ദേവേഷു ദേവാലയേ പാതാളേഷ്വഥവാ ചതുർമുഖഗൃഹേ ലോകേഷു സർവേഷു ച അസ്മാഭിശ്ചിരജീവിഭിശ്ചിരതരം ദൃഷ്ട്വാ ദിശ സർവതോ നാജ്ഞായീദൃശ ഗീതവാദ്യഗരിമാനാദർശിനാശ്രാവി ച. അത്ഭുതമായി അവർക്ക്. കാരണം ഗന്ധർവേഷു, ഗന്ധർവന്മാരിലോ, കിന്നരേഷു, കിന്നരന്മാരിലോ, ഇഹ ഭുവി വാ, ഈ ഭൂമിയിലോ, ദേവാലയേ ദേവേഷു, സ്വർഗത്തിലോ, പാതാളേഷു, പാതാളത്തിലോ, അഥവാ ചതുർമുഖഗൃഹേ, ബ്രഹ്മലോകത്തിലോ, ചതുർമുഖൻ ബ്രഹ്മാവലെ, ബ്രഹ്മലോകത്തിലോ തന്നെയോ, സർവേഷു ലോകേഷു ച, സർവലോകങ്ങളിലും, ചിരജീവിഭി അസ്മാഭി, നമ്മൾക്ക് ഈ ലോകത്തിലത്തെ ഒക്കെ കഥകളറിയാം. അതായത് ഭൂമിയിലെയും ഭൂമിക്ക് പുറത്തുള്ള ഗന്ധർവ ലോകത്തിലത്തെയും കിന്നരന്മാരുടെ ലോകത്തിലത്തെയും പാതാളത്തിലത്തെയും ബ്രഹ്മ ലോകത്തിലത്തെയും എല്ലാം നമുക്ക് അസ്മാഭി, നമ്മൾ ചിരഞ്ജീവികളായിട്ടുള്ള നമുക്കതൊക്കെ അറിയാം. സർവ്വതാ ദിശ, സർവ്വദിക്കിലും ചിരതരം ദൃഷ്ടുവാഭി, എത്രയോ കാലം നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി വന്നിട്ടുണ്ട് പല പ്രാവശ്യം. ഈദൃശ ഗീതവാദ്യ ഗരിമ, ഇപ്രകാരമുള്ളൊരു ഗീതവാദ്യ, ഇത്ര മനോഹരമായിട്ടുള്ള ഗീതവാദ്യം, ഇത്ര വൈഭവമുള്ള ഗീതവാദ്യം ആജ്ഞായി കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല എങ്ങനെ ഉണ്ടെന്ന്. അദർശി കാണപ്പെട്ടിട്ടില്ല, അശ്രാവി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന്. ഈ ഭൂലോകത്തിലോ അല്ലെങ്കിൽ ഗന്ധർവന്മാരുടെ ലോകത്തോ
സ്വർഗലോകത്തുള്ള ദേവന്മാരുടെ കൂട്ടത്തിലോ കിന്നരന്മാരുടെ കൂട്ടത്തിലോ പാതാള ലോകങ്ങളിലോ ബ്രഹ്മലോകത്തിൽ തന്നെയോ ഇതുപോലുള്ള ഗീതവാദ്യ വിശേഷം ചിരഞ്ജീവികളായിട്ടുള്ള നമ്മൾ സർവ്വലോകങ്ങളിലൊക്കെ പോയിട്ട് നോക്കിയിട്ടും അറിയേ കാണേ കേൾക്കേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഈ നമുക്കെന്നത് അറിയില്ല, ഇത്ര കേമായിട്ടുള്ള ഒന്ന് ചെല്ലണവരെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗീതം ചെല്ലണവരെ അറിയില്ല വെച്ചാൽ പിന്നെ സാധാരണക്കാർക്ക് അറിയോ? നമുക്ക് ഇവിടുത്തെയൊക്കെ പരിചയമുണ്ട്, എല്ലാ ഭൂമിയിൽ മാത്രമല്ല ബ്രഹ്മലോകം വരെ ചിരഞ്ജീവികളായിട്ട് നമുക്ക് പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ല, എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ സാധാരണക്കാരൊന്നും ഇത് കേട്ടിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് മുനികൾ പറഞ്ഞു. അത്ര അത്ഭുതമായി അവർക്ക്. അപ്പം ഞാൻ 29 വായിച്ച് നിർത്താട്ടോ. ഗന്ധർവേഷ്വിഹ കിന്നരേഷു ഭുവി വാ ദേവേഷു ദേവാലയേ പാതാളേഷ്വഥവാ ചതുർമുഖഗൃഹേ ലോകേഷു സർവേഷു ച അസ്മാഭിശ്ചിരജീവിഭിശ്ചിരതരം ദൃഷ്ട്വാ ദിശ സർവതോ നാജ്ഞായീദൃശഗീതവാദ്യഗരിമാ നാദർശി നാശ്രാവിച. കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അത്ര മനോഹരം എന്ന് ഈ മുനിമാർ പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. 29 കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.